തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ നടപടി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് നോട്ടീസ് നൽകിയത്. വിവാദ വെളിപ്പെടുത്തലിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. വിനീഷ് ചേരുന്നു. വിനീഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് സംസ്ഥാനം ഒന്നാകെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണെന്ന് പുറത്തുവിട്ടത്. എത്ര നാളായി അദ്ദേഹം പ്രാഥമിക ഒരു ആരോഗ്യ പ്രക്രിയയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ പോലും ആവശ്യപ്പെട്ടിട്ട് വകുപ്പ് സാധിച്ചു കൊടുത്തില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അവിടെയെല്ലാം അതൊരു സിസ്റ്റത്തിന്റെ തകരാറെന്നു പറഞ്ഞൊഴിഞ്ഞ ആരോഗ്യമന്ത്രി, എന്നാൽ ഡോക്ടർ ഹാരിസ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാരിസിനെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നാണല്ലോ. എന്താണ് സർക്കാരിന്റെ നീക്കം? ഇതൊരു പ്രതികാര നടപടിയാണോ അതോ സാങ്കേതികത്വം മാത്രമാണോ? നിലവിൽ സർക്കാരിന്റെ പ്രതികാര നടപടി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ പല പ്രശ്നങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് അവിടെ യൂറോളജി വിഭാഗത്തിൽ പല ഘട്ടങ്ങളിലായി പലതവണ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും അവിടെയുള്ള പ്രശ്നങ്ങൾ സർക്കാരിലേക്ക് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ഉന്നത അതോറിറ്റി എന്ന തരത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു. എന്നിട്ടും കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. മെഡിക്കൽ കോളേജിലെ നിരവധി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് രോഗികൾക്ക് കൃത്യസമയത്ത് ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അപര്യാപ്തത, ഒപ്പം തന്നെ രോഗികൾക്ക് മരുന്ന് നൽകുന്നതിലുള്ള അപര്യാപ്തത, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളായിരുന്നു ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ തുറന്നു പറച്ചിലിനെതിരെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ തന്നെ പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. DME ഇക്കാര്യങ്ങളിൽ വിശദീകരണം ഡോക്ടർ ഹാരിസിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും ഉടനെ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും പറയാനുണ്ടായ സാഹചര്യം, ആ പറഞ്ഞതിന് എതിരെ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം ഉടനെ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DME ഇപ്പോൾ നോട്ടീസ് ഈ ഡോക്ടർ ഹാരിസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതികാര നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഏറ്റവും പ്രധാനം, ഈ ഡോക്ടർ ഹാരിസ് ഈ വിഷയങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെ പ്രതികരണവും അത് സർക്കാരിന് വലിയ തോതിൽ തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ടായി. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ച കൃത്യമായി തുറന്നു കാണിക്കുന്ന തരത്തിലായിരുന്നു ഡോക്ടറുടെ പ്രതികരണം. ഈ പ്രതികരണങ്ങളൊക്കെ വരുമ്പോഴും ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ഹാരിസ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ചില സിസ്റ്റങ്ങളിലെ തകരാറുകളാണ്, അത് ഉടൻ സർക്കാർ പരിഹരിക്കും, ആരോഗ്യ വകുപ്പ് പരിഹരിക്കുമെന്നായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഈ കോലാഹലങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ ആരോഗ്യവകുപ്പിന്റെ പ്രതികാര നടപടി ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. DME ഇന്ന് ഈ വിഷയത്തിൽ ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഉടനെ വിശദീകരണം നൽകണമെന്നാണ് ഡോക്ടർ ഹാരിസിനോട് DME ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സർവീസ് അച്ചടക്ക നടപടിയിലേക്ക് ഒരുപക്ഷെ ഡോക്ടർ ഹാരിസിനെതിരെ സർക്കാർ പോയേക്കും, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പോയേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ്, നമുക്കറിയാം ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ സർക്കാരിന്റെ മുഖത്തേറ്റ ഒരു കനത്ത പ്രഹരം തന്നെയായിരുന്നു. അതുകഴിഞ്ഞ് അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്, സ്വന്തം വകുപ്പിൽ നിന്ന് തന്നെ പിന്തുണയുണ്ട്. പല ഡോക്ടർമാരും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, സംഘടനകളടക്കം അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ മതിപ്പുണ്ടാക്കി. ഈ അവസരത്തിൽ ഒരു പ്രതികാര നടപടിയിലേക്കും കടക്കില്ല എന്ന് അന്ന് സർക്കാർ പറഞ്ഞതാണ്. പക്ഷേ ഡോക്ടർ ഹാരിസിന് പല കാര്യങ്ങളിലും കൃത്യമായ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, താൻ ഒരുപക്ഷെ ബലിയാടായേക്കാം എന്ന്. എന്നാലും സാരമില്ല, താനിത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയും എന്ന് തന്നെയാണ് അദ്ദേഹം ആർജവത്തോടുകൂടി അന്നും പറഞ്ഞത്. പിന്നീടും നിലപാടിൽ ഉറച്ചു നിന്നത്. ശരിക്കും ഡോക്ടർ ഹാരിസ് ബലിയാടാവുകയായിരുന്നില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്ക് അത് കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ബലിയാടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ആദ്യപടി നടപടി, സർക്കാരിന്റെ ആദ്യപടി പ്രതികാര നടപടി എന്ന് തന്നെയാണ് DMEയുടെ ഇപ്പോഴത്തെ വിശദീകരണ
നോട്ടീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ സർവീസ് ചട്ടങ്ങളിൽ അല്ലെങ്കിൽ സർവീസ് അച്ചടക്കങ്ങളിൽ അദ്ദേഹം അതിൽ ആ നിബന്ധനകൾ, സർവീസ് ചട്ടങ്ങളിലെ നിബന്ധനകൾ ലംഘിച്ചു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കീഴിൽ ചികിത്സ തേടുന്ന ഒരു രോഗിക്ക് വേണ്ടത്ര പരിചരണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഡോക്ടർ ഹാരിസ് ഇത്തരത്തിൽ തുറന്നു പറയുന്ന ഘട്ടങ്ങളിലുണ്ടായത്. തുറന്നു പറയുന്നത് തന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരോടും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോടും പല ഘട്ടങ്ങളിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ പോലും അറിയിച്ചിട്ട് നടപടി ഉണ്ടാക്കാത്ത ഘട്ടത്തിലാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയതും പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം പ്രതികരണം നടത്തുന്ന സാഹചര്യത്തിലേക്കുണ്ടായത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിലവിലെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ പ്രതികരണം സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന് വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്തൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ ഹാരിസിന്റെ നിലപാടിനെ ഒരുപക്ഷെ പ്രത്യക്ഷമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം സത്യസന്ധനായ ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ കെട്ടടങ്ങി അല്ലെങ്കിൽ ആ ഒരു വിവാദം കെട്ടടങ്ങിയ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതികാര നടപടിയുമായി സർക്കാർ വീണ്ടും തലപൊക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തലപൊക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് ഡോക്ടർ ഹാരിസിനെതിരെ ഇപ്പോൾ DME വിശദീകരണം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിശദീകരണ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉടനെ തന്നെ നോട്ടീസിന് വിശദീകരണം നൽകണമെന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ നടപടി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് നോട്ടീസ് നൽകിയത്. വിവാദ വെളിപ്പെടുത്തലിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.